ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി നിർമ്മിച്ചു വച്ചിരുന്ന ഹൈഡ്രജൻ ബോംബും മറ്റു ബോംബുകളുമെല്ലാം പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിനു പിന്നാലെയാണ് മറ്റൊരു ബോംബും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വീഴ്ന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രമുഖ നേതാവായ ലാലു പ്രസാദ് യാദവിന്റെ മകനായ തേജ് പ്രതാപാണ് ആ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബോംബ് ഹൈഡ്രജൻ ബോംബാണോ അതോ ദീപാവലിക്കുള്ള പൊട്ടാസാണോ ഓലപ്പടക്കമാണോ എന്നെല്ലാം തീരുമാനിക്കാനുള്ളത് ഇന്ന് രാഹുൽ ഗാന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാനുള്ളത്. അദ്ദേഹം തേജ് പ്രതാപ് പറയുകയാണ്, ഈ രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നു. എന്തിനു പറയുന്നു? ഈ ബീഹാറിലെ വോട്ടുചോരി യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നതിനിടയിൽ തന്നെ അങ്ങ് പ്രത്യക്ഷപ്പെടുകയല്ലേ മലേഷ്യയിൽ. അന്ന് തന്നെ BJP പല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ലേ? പക്ഷെ BJP ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അത് എന്തിനാണ് ഇദ്ദേഹത്തിന്റെ സന്ദർശനം? ഇദ്ദേഹം മലേഷ്യയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എന്താണ്? വിദേശ രാജ്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ്? സുരക്ഷ പോലും അദ്ദേഹം അവഗണിച്ചാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പോകുന്നതിന് മുൻപ് തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്തകൾ വരാറുണ്ട്. മുൻപ് പ്രതിപക്ഷ നേതാവ് പോകുമ്പോഴും ഇത്തരം വാർത്തകൾ വരാറുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോഴും പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ സന്ദർശനം ഉണ്ടാകുമ്പോഴും അത് നമുക്കറിയാൻ കഴിയും. പക്ഷെ ഇദ്ദേഹം പോകുന്നത് എങ്ങോട്ടാണ്, ഏത് വഴിയാണ്, ഏത് വാഹനത്തിലാണ്, ആരുടെ കൂടെയാണ് ഒന്നും അറിയില്ല. പക്ഷെ തേജ് പ്രതാപ് ഇപ്പോൾ പറയുകയാണ് ഇദ്ദേഹത്തിന്റെ കൊളംബിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അവിടെ പോകുന്നത് കുടുംബത്തെ സന്ദർശിക്കാനാണ്. അതൊരു മുള്ളുവച്ച വാക്കാണല്ലോ. ഏത് കുടുംബം? ഇദ്ദേഹത്തിന്റെ കുടുംബം കൂടിപ്പോയ അമ്മയുടെ കുടുംബത്തെ കാണാൻ പോകണമെങ്കിൽ ഇറ്റലിയിൽ പോകണം, അല്ലാതെ കൊളംബിയയിൽ എന്താണ് ഇദ്ദേഹത്തിന്? മലേഷ്യയിൽ നിന്നും ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ബന്ധം തന്നെയാണോ ഇങ്ങ് കൊളംബിയയിലുമുള്ളത്? അത്തരത്തിലുള്ള ഒരു മുള്ളുവച്ച ചോദ്യമാണ് തേജ് പ്രതാപ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ വ്യക്തമായ മറുപടി പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? അതോ ഈ വിഷയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്ന പതിവുണ്ടല്ലോ? യുവരാജകുമാരൻ, 50 വയസ്സിലധികമായ യുവാവ്. പലരും ചോദിക്കും എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടം. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം എവിടെയെല്ലാം സന്ദർശിക്കുന്നു, ആരെയെല്ലാം കാണുന്നു, എന്തിനു വേണ്ടി കാണുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയണം. അദ്ദേഹം ജനപ്രതിനിധിയാണ്, MP ആണ്, പ്രതിപക്ഷ നേതാവാണ്. മുൻകാലങ്ങളിൽ വെറും MP ആയി ചുരുങ്ങിയിരുന്നു. അദ്ദേഹം എങ്ങോട്ടോ പോകട്ടെ, പട്ടായയിലേക്കോ അതോടൊപ്പം തന്നെ മലേഷ്യയിലേക്കോ അമേരിക്കയിലേക്കോ ബ്രിട്ടനിലേക്കോ പോകട്ടെ, അവിടെ എത്തി അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇന്ത്യ അപമാനിക്കുക, ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുക എന്നത് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. ആ പരിപാടി ഇനി മാറ്റണം, അല്ലെങ്കിൽ അത് ഇന്ത്യയെ ബാധിക്കും, ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കും. ഇദ്ദേഹം ഇന്ന് വെറും MP മാത്രമല്ല, പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യയിലെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ AKG അടക്കമുള്ള, വാജ്പേയി അടക്കമുള്ള പല പ്രതിപക്ഷ നേതാക്കളും ഇരുന്ന ആ കസേര ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചറിയണം ആ കസേരയുടെ വലിപ്പം. അല്ലാതെ കുരങ്ങന്റെ കയ്യിൽ പിച്ചിപ്പൂ കിട്ടിയതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ നിന്നും അവരുടെ പാർട്ടിക്കാർ തന്നെ ഇദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇത്തരം നാറിയ പരാമർശങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ലാലു പ്രസാദ് യാദവിന്റെ മകനല്ലേ ഇത്തരം നാറിയ പരാമർശം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? അദ്ദേഹം ഇതിന് മറുപടി പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം. ഇദ്ദേഹം അനാവശ്യമായ ആരോപണം ഉന്നയിക്കുന്നു എന്നത്. പക്ഷെ അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം മൗനം പാലിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എന്തെല്ലാം പറയും. വഴിയെ പോകുന്ന കാര്യങ്ങൾ മുതൽ അങ്ങ് നേപ്പാളിൽ കലാപം നടന്നപ്പോഴും അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ സ്വപ്നം കാണുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ജെൻസി തെരുവിലിറങ്ങി ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കി ആ കസേര, ആ പ്രധാനമന്ത്രി കസേര ഇങ്ങോട്ട് പിടിച്ചിട്ട് രാഹുൽ ഗാന്ധി അതിൽ ഇരുത്തി ഒരു തലപ്പാവും അണിയിച്ച് ഒരു കിരീടവും നൽകി. വലതുവശത്ത് നമ്മുടെ KC വേണുഗോപാൽ, ഇടതുവശത്ത് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, മുന്നിലിരുത്തില്ല, പുറകുവശത്ത് നമ്മുടെ ഖാർഗെ. കാരണം ഖാർഗെയുടെ അദ്ദേഹത്തെ ഇപ്പോൾ ACCയുടെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പുറകെ അങ്ങ് അകലെ നിൽക്കണം. പണ്ട് നമ്മൾ ഇങ്ങനെ അകലെ നിന്ന ഒരു നേതാവിനെ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ
ഇപ്പോൾ തന്നെ ചൈന സന്ദർശനവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ചിത്രം ഏതാണ്? ചൈനീസ് ഉദ്യോഗസ്ഥർ വരുന്നു, നേതാക്കൾ വരുന്നു, ആദ്യം കൈകൊടുക്കുന്ന സോണിയാഗാന്ധിക്കാണ്. നമ്മുടെ പ്രധാനമന്ത്രി പുറകുവശത്ത് നിൽക്കുകയാണ്. അതുപോലെ ഖാർഗെയുടെയും ജോലി എന്താണ്? പുറകുവശത്ത് നിൽക്കുക. അങ്ങനെ നിന്ന് അദ്ദേഹം സ്വപ്നം കാണുകയാണ് പ്രധാനമന്ത്രി ആയിരിക്കുക. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം മൗനം പാലിക്കും. ഇത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം ഏഷ്യ കപ്പ് നടന്നല്ലോ. ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയും ഇന്ത്യക്കുള്ളിലെയും വിദേശത്തെയും ഇന്ത്യക്കാർ ആഘോഷിക്കുകയും പാകിസ്ഥാൻ വിരുദ്ധർ ആഘോഷിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ മധുരം നൽകിയില്ല ജനങ്ങൾ. അത്രത്തോളം ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയുടെ മറ്റൊരു വിജയമായിരുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അടക്കമുള്ള സിനിമാ താരങ്ങൾ അടക്കമുള്ള കായിക താരങ്ങൾ അടക്കമുള്ളവർ വലിയ ആശംസകളുമായി ഇന്ത്യൻ ടീമിന് പിന്നിൽ അണിനിരന്നപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? അദ്ദേഹം മൗനത്തിലായിരുന്നു. ഖാർഗെ എവിടെയായിരുന്നു? മൗനത്തിലായിരുന്നു. അതെ, അവർ മൗനം പാലിക്കുകയാണ്. അവരുടെ ലക്ഷ്യം മറ്റെന്തോ ആണ്. അവർക്ക് ഇന്ത്യയുടെ ജനങ്ങളുടെ വികസനത്തെ കുറിച്ച് താല്പര്യമില്ലെന്ന് നമുക്ക് അത് 2004 മുതൽ 2014 വരെയുള്ള ആ കാലഘട്ടത്തിൽ മനസ്സിലാകുമല്ലോ. അവർക്ക് ഇന്ത്യയുടെ വികസനത്തിലല്ല താല്പര്യം, സ്വന്തം പോക്കറ്റിന്റെ വികസനത്തിലാണ് താല്പര്യം. അത് പല മന്ത്രിമാരുടെയും രീതി എടുത്താൽ നമുക്കറിയാമല്ലോ. ആ കാലഘട്ടത്തിൽ പല മന്ത്രിമാരും പല അഴിമതി കഥകളും വന്ന് നാം കേട്ടിരുന്നു. അത്തരം നീക്കങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരം നാറ്റം പിടിച്ച പരാമർശങ്ങൾ ഇനിയും ഉണ്ടാകും. രാഹുൽ ഗാന്ധി ശ്രദ്ധ പുലർത്തുന്നില്ലെങ്കിൽ ഇപ്പോൾ ഇനി അദ്ദേഹത്തിന് വിമർശിക്കാൻ കഴിയുമോ? അദ്ദേഹത്തെ ഈ രാഹുൽ ഗാന്ധി വിമർശിക്കുകയാണെങ്കിൽ അവിടെ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് RJDക്കായിരിക്കും. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. മറ്റൊരു കാര്യമുണ്ടല്ലോ, ഇദ്ദേഹം എവിടെ പോയാലും വലിയ തലവേദനയാണ്. ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് കാലുകുത്തി RJD പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ യുവാവായ തേജസ്വി യാദവ് അന്ന് മികച്ച രീതിയിൽ പ്രചരണം നടത്തി മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടപ്പോൾ അതിനെ തട്ടിമറിച്ചത് ഈ കോൺഗ്രസ് ആണ്. 70 സീറ്റുകൾ തല്ലുകൂടി വാങ്ങി വെറും 19 സീറ്റിൽ ജയിച്ച് അദ്ദേഹത്തെ ഒരു വഴിക്കാക്കി. ഇപ്പോൾ അദ്ദേഹം വീണ്ടും മുന്നേറുന്നു എന്ന് തോന്നുന്നതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന് പണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര വയ്ക്കുമല്ലോ, അതുപോലെ ഒരു യാത്ര വയ്ക്കാത്തത് എന്താ? ഇദ്ദേഹം യാത്ര വെച്ചത് അല്ലെങ്കിൽ പോകട്ടെ, ഇദ്ദേഹം ആരോപണം ഉന്നയിച്ചത് എവിടെയെല്ലാമാണ്? കർണാടകയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയും 2 സംസ്ഥാനങ്ങളിലാണ് ഒട്ടുചോരി ആരോപണം ഉന്നയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം കർണാടകയിൽ യാത്ര വയ്ക്കണമായിരുന്നു. എന്തുകൊണ്ട് ബീഹാറിൽ യാത്ര വെച്ചു? അതിലൂടെ വ്യക്തമാകുന്നു അദ്ദേഹത്തെ കണ്ടകശനി പിടികൂടിയിരിക്കുകയാണ്. RJDയെ രാഹുൽ ഗാന്ധി എന്ന കണ്ടകശനി പിടികൂടിയിരിക്കുന്നു. തേജസ്വി യാദവിനെയും കൊണ്ടേ പോകുകയുള്ളൂ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ മുന്നേറ്റം ഉണ്ടായപ്പോൾ ഓടിപ്പോയി റാലി നടത്തി. റാലിക്കിടയിൽ കോൺഗ്രസ് നേതാവ് നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിച്ചു. അത് വലിയ പ്രശ്നമാകുന്നു, അവിടെ ബന്ദാകുന്നു. RJDക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു വടിയായി BJPയും JDUവും മുതലാക്കുകയാണ്. അതിന് പിന്നാലെയും കേരളത്തിൽ നിന്ന് BD പരാമർശം. അങ്ങനെ കണ്ടകശനി തേജസ്വി യാദവിനെ കൊണ്ടേ പോകൂ എന്ന രീതിയിലേക്ക് പോകുന്നു. അതിനിടയിലാണ് തേജസ്വിയുടെ സഹോദരന്റെ മറ്റൊരു ചൂണ്ട. ഈ ചൂണ്ടയിൽ രാഹുൽ ഗാന്ധി കൊത്തുകയാണെങ്കിൽ അദ്ദേഹം പിന്നെയും പുതിയ കാര്യങ്ങൾ വിളിച്ചു പറയില്ലേ? ഏത് കുടുംബം? ഇപ്പോൾ അദ്ദേഹം പറയാം കുടുംബത്തെ കാണാനാണെന്ന്. അപ്പോൾ ഏത് കുടുംബം? ഇദ്ദേഹം കല്യാണം കഴിയാത്ത ഇദ്ദേഹത്തിന് ഏത് കുടുംബമാണ്? അതോ സോണിയാഗാന്ധിയുടെ കുടുംബമോ? അതോ റോബർട്ട് വധേരയുടെ കുടുംബമോ? അതോ പ്രിയങ്ക ഗാന്ധിയുടെ കുടുംബമോ? ഇത് ഏത് കുടുംബമാണ്? അത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിലേക്ക് രാഹുൽ ഗാന്ധി കടക്കേണ്ടി വരും. അത് രാഹുൽ ഗാന്ധിയെ വലിയ പ്രതിസന്ധിയിലാക്കും. അദ്ദേഹം എന്തായാലും 2014 മുതൽ തന്നെ പ്രധാനമന്ത്രിയുടെ കുപ്പായവും തച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആ കുപ്പായം ഇടാൻ മാത്രം സമയമില്ലാത്തതിന്റെ കാരണം ഇതാണ്. കാരണം എതിർ പാർട്ടിയായ BJPക്കുള്ളിൽ അവർ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, ലീവ് എടുക്കാത്ത പ്രധാനമന്ത്രി, RSS എന്ന സംഘടനാ സംവിധാനം, അവിടുത്തെ കേന്ദ്രമന്ത്രിമാർ, ഏതു സമയവും അവരെ സമീപിക്കാൻ കഴിയുന്ന MP-മാർ, MLA-മാർ, മുഖ്യമന്ത്രിമാർ അടക്കം വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിക്കെതിരെ ഇവിടെ രാഹുൽ ഗാന്ധി പാർട്ടിയുമായി രാഷ്ട്രീയം കളിക്കുകയാണ്. ഇടക്കാലത്ത് രാഷ്ട്രീയത്തിൽ വരും, പിന്നീട് അദ്ദേഹത്തിന്റെ വിദേശയാത്ര പോകും, ഇന്ത്യയിൽ വരും, വിദേശയാത്ര പോകും. അങ്ങനെയാണെങ്കിൽ ജനം അദ്ദേഹത്തെ ഇനിയും പിന്നോട്ടടിക്കുക തന്നെ ചെയ്യും. ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകും.